നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിലെ സ്റ്റാർട്ടിംഗ് ടോപ്പിക്കായ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇത്രയും ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം. അപ്പോൾ +2 ലെവൽ എക്സാം മലയാളത്തിലായതുകൊണ്ട് ഇതിൻ്റെ എല്ലാം മലയാളം ടേംസും കൂടെ പഠിച്ചു വെക്കുക. നാഷണൽ ഇൻകം മലയാളം എന്താണ്? ദേശീയ വരുമാനം. ദേശീയ വരുമാനം. അപ്പോൾ എന്താണ്? ആ പേര് പോലെ തന്നെ ഒരു നേഷൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ വരുമാനമാണ് ദേശീയ വരുമാനം. അത് സയൻറ്റിഫിക്കലി എങ്ങനെ അത് ഡെഫിനിഷനായിട്ട് പറയാം എന്ന് നോക്കാം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുകയാണ് എന്ത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വരുമാനം കൂടുന്നതിനനുസരിച്ച് ആ രാജ്യത്തിന് സാമ്പത്തിക വളർച്ചയും ഉണ്ടായിരിക്കും. ഇനി ദേശീയ വരുമാനം ലഭിക്കുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സെക്ടർ, അതായത് പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല. വ്യവസായ മേഖല സെക്കൻഡറി സെക്ടറാണ്, ദ്വിതീയ മേഖല. സേവന മേഖലയാണ് ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖല. ഈ 3 മേഖലയിൽ നിന്നുമാണ് വരുമാനം കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിതി എന്നിവ വിലയിരുത്താൻ പറ്റും. കൂടാതെ ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ ഈ 3 മേഖല തിരിച്ച് ഏത് മേഖലയിലാണ് കൂടുതൽ വരുമാനം കിട്ടിയത് അങ്ങനെ ഒരു വിലയിരുത്തലിന് സാധിക്കും. ഈ വിലയിരുത്തലിലൂടെ സർക്കാരിന് പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും മറ്റും സഹായിക്കുന്നു. കൂടാതെ ഉൽപാദനം, ഉപഭോഗം, വിതരണം, ഈ 3 മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഈ വക കാര്യങ്ങളെല്ലാം ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് GDP. നമ്മൾ പരീക്ഷകളിലെല്ലാം സാധാരണ കാണുന്നൊരു ടേമാണ് GDP. ഈ GDPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നതാണ് മലയാളം. ഓക്കെ, എന്താണിത്? മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് മേഖല, ഈ 3 മേഖലയുണ്ടല്ലോ, മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് GDP. ചുരുക്കി പറഞ്ഞാൽ ഒരു ടെറിറ്ററി അല്ലെങ്കിൽ ഒരു അതിർത്തി, ഇപ്പോൾ നമ്മുടെ കേരളം തന്നെ എടുക്കാം. കേരളത്തിൽ ഒരു വർഷം മൊത്തം എത്ര സാധനങ്ങൾ, സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതായത് ഒരു ഡൊമസ്റ്റിക് ഏരിയയിൽ ഒരു വർഷം എത്ര സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതിൻ്റെ തുകയാണ് ഏത്? GDP എന്ന് പറയുന്നത്. അപ്പം GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രവാസികളുടെ വരുമാനം എടുക്കാറില്ല. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ മറ്റും വരുമാനം എടുക്കാറില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓക്കെ, അതാണ് GDP, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, ഒരു ഡൊമസ്റ്റിക് ഏരിയയിലെ ഇൻകം, അതാണ് GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അടുത്തത് GNP, മൊത്ത ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് മൊത്തത്തോടെ, ഇപ്പം നമ്മൾ നേരത്തെ ഒരു കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം മാത്രം പറഞ്ഞു. ഇന്ത്യ എന്ന രാജ്യത്ത് മൊത്തത്തോടെ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് GNP, മൊത്ത ദേശീയ ഉൽപ്പന്നം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അന്തിമ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗിക്കാൻ, അതായത് ഫൈനൽ പ്രോഡക്റ്റ്, ഉപയോഗപ്രദമായിട്ടുള്ള പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റിൻ്റെയും ഗുഡ്സ്, ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് GNP എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GNP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സാമ്പത്തിക വർഷം. അപ്പം ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇത് PSC ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് NNP? NNPയുടെ ഫുൾ ഫോം നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്നതാണ്. മലയാളത്തിൽ പറഞ്ഞ അറ്റ ദേശീയ ഉൽപ്പന്നം. ഈ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ GNP മൈനസ് ഡിപ്രിസിയേഷൻ ചാർജ് ആണ്. GNP മൈനസ് ഡിപ്രിസിയേഷൻ ചാർജ്. അപ്പോൾ എന്താണ് ഈ ഡിപ്രിസിയേഷൻ ചാർജ്? ഡിപ്രിസിയേഷൻ ചാർജിന്റെ മലയാളം തേയ്മാന ചെലവ് എന്നാണ്. അതായത് ഒരു രാജ്യത്ത് യന്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിന് തേയ്മാനം ഉണ്ടാവും. അപ്പം അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തുക ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് റിപ്പയർ ചെയ്യാനുള്ള ചെലവിനെയാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ GNPയിൽ നിന്നും ഈ തേയ്മാന ചെലവ് സബ്ട്രാക്ട് ചെയ്താലാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് കിട്ടുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സയന്റിഫിക്കലി സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ ദേശീയ ഉൽപ്പന്നം NNP ആണ് കറക്റ്റ് ആയിട്ടുള്ള ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർക്കുക. അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനം. ഇനി അടുത്ത പോയിന്റ്, എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിശീർഷ വരുമാനം, ഓരോ വ്യക്തിയുടെയും വരുമാനം, ആളോഹരി വരുമാനം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദേശീയ വരുമാനത്തിനെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നാഷണൽ ഇൻകത്തിനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും വരുമാനം കിട്ടും. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നതനുസരിച്ച് ഒരു രാജ്യത്തിന്റെ കേസിൽ പറയുകയാണ് എന്താണ്? സാമ്പത്തിക വളർച്ചയും കൂടും. ഓക്കെ, അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ രാജ്യങ്ങൾ തമ്മിലുള്ള താരതമ്യവും അവയുടെ സാമ്പത്തിക നിലകൾ തമ്മിലുള്ള താരതമ്യവും ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? പെർ ക്യാപിറ്റ ഇൻകം യൂസ് ചെയ്യാം. പെർ ക്യാപിറ്റ ഇൻകം കൂടിയ രാജ്യം ഏതാണ്? USA ആണ്. ഇന്ത്യയിൽ പെർ ക്യാപിറ്റ ഇൻകം കൂടിയ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ എറണാകുളമാണ്. ആ കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ നമ്മുടെ 2 ടോപ്പിക്, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല പറഞ്ഞല്ലോ. അതായത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. ഈ 3 സെക്ടേഴ്സിലും വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിലേക്ക് പോവാം. അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ 3 സെക്ടേഴ്സാണുള്ളത്, 3 മേഖലകളാണുള്ളത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഓരോന്നായിട്ട് നോക്കാം. പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല. അപ്പോൾ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഈ മേഖല എന്ന് പറയുമ്പോഴത്തേക്കും പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടത്തുന്നു, കാർഷിക മേഖല എന്നറിയപ്പെടുന്നു. ഇതിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, ഇതെല്ലാം പ്രാഥമിക മേഖലയാണ്. അപ്പോൾ ഈ പ്രാഥമിക മേഖല, തൃതീയ മേഖല, ദ്വിതീയ മേഖല എന്നിങ്ങനെ ഈ പ്രവർത്തനങ്ങളെ വർഗീകരിച്ചത് CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഫോം ചെയ്ത വർഷം 1951 ആണ്. 1951 CSO ഫോം ചെയ്തത്. CSO ഫോം ചെയ്യാൻ കാരണമായ വ്യക്തി PC മെഹ്ലനോബിസ് ആണ്. PC മെഹ്ലനോബിസ് ആരാണ്? ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസ് ആണ്. അപ്പോൾ 1951 ന്യൂഡൽഹി ആസ്ഥാനമാക്കിയാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. ജൂൺ 29 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. PC മെഹ്ലനോബിസിന്റെ ബർത്ത്ഡേ ആണെന്നും കൂടി ഓർക്കുക. അപ്പോൾ ഈ CSO ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ CSO ആണ് വിവിധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വക കാര്യങ്ങൾ ഓരോരോ മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്ന് വർഗീകരിച്ചത്. ഓക്കെ, നമുക്ക് വരാം.
അടുത്ത രണ്ടാമത് സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല. അപ്പോൾ ദ്വിതീയ മേഖല എന്താണ് ചെയ്യുന്നത്? വ്യാവസായിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടുന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച്, ഈ പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, വ്യാവസായികമായി മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എവിടെയാണ്? ദ്വിതീയ മേഖലയിലാണ്. എന്തൊക്കെയാണ്? ഒന്ന്, വ്യവസായം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖല, പഠിച്ചു വെക്കുക. വൈദ്യുതി ദ്വിതീയ മേഖലയിലാണ്, വൈദ്യുതി ഉൽപാദനം, പിന്നെ കെട്ടിട നിർമ്മാണം. അപ്പോൾ വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം, പ്രധാനമായും ഇത് മൂന്നെണ്ണമാണ് ദ്വിതീയ മേഖല. അടുത്തത് ടെറിഷറി സെക്ടർ അഥവാ തൃതീയ മേഖല. എന്താണെന്ന് നോക്കാം. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഏത് മേഖലയാണ്? തൃതീയ മേഖലയാണ്. അപ്പോൾ തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് സേവന മേഖല, സർവീസ് സെക്ടർ. അപ്പോൾ സർവീസ് സെക്ടർ എന്നറിയപ്പെടുന്ന PSC ചോദിക്കാറുണ്ട്. ഏതാണ്? തൃതീയ മേഖലയാണ്. അപ്പോൾ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസം തൃതീയ മേഖല, ഗതാഗതം, ബാങ്കിങ്, IT, വ്യാപാരം. ശ്രദ്ധിക്കുക, വ്യവസായം വരുമ്പം ദ്വിതീയ മേഖലയും വ്യാപാരം വരുമ്പം തൃതീയ മേഖലയുമാണ്. അതൊരു പ്രത്യേകിച്ചെടുത്ത് എഴുതി വെക്കുക. പിന്നെ ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഏതാണ്? ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ മേഖലകൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കും കൂടെ നോക്കാം. അടുത്ത് നോക്കാൻ പോകുന്നത് ദേശീയ വരുമാനം കണ്ടെത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങളാണ്. അപ്പോൾ ഈ ടോപ്പിക്കും കൂടെ പറയാം. ദേശീയ വരുമാനം 3 രീതിയിൽ കണ്ടെത്താൻ പറ്റും. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ മലയാളം ഉൽപാദന രീതി, ഇൻകം മെത്തേഡിൻ്റെത് വരുമാന രീതി, എക്സ്പെൻഡിച്ചർ ചെലവ് രീതി. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് ഉൽപാദന രീതി എന്ന് പറയുമ്പോഴത്തേക്കും പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഉൽപാദന രീതി. അപ്പോൾ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ സേവനങ്ങളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം വെച്ച് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഉൽപാദന രീതി. അപ്പോൾ ഇങ്ങനെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ മേഖലയിൽ നിന്നും എത്രത്തോളം സംഭാവന അഥവാ പങ്കാളിത്തം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിവിധ മേഖലകളുടെ സംഭാവന ഈ രീതിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഉൽപാദന രീതിയിലുള്ള ദേശീയ വരുമാനം കൗണ്ടിങ് ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഈ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം വിവിധ 2-3 പ്രാവശ്യം കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ആ ഒരു ടേമും കൂടെ ഓർക്കുക, ഡബിൾ കൗണ്ടിങ്. ഓക്കെ, അടുത്ത രീതിയാണ് വരുമാന രീതി. വരുമാന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉൽപാദകർക്ക് ലഭിക്കുന്ന വരുമാനം, അതായത് പാട്ടം, വേതനം, പലിശ, ലാഭം മുതലായ വരുമാനത്തെ അടിസ്ഥാനമാക്കി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്. ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ പ്രാഥമിക മേഖല നാഷണൽ ഇൻകത്തിലോട്ട് എത്ര സംഭാവന ചെയ്തു, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇങ്ങനെ ഓരോ ഉൽപാദക ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലൂടെ സംഭാവന ഈ രീതിയിലൂടെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. മൂന്നാമത്തെ രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി. ഇപ്പോൾ ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഏത്? ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ആകെ ചെലവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഉപഭോഗം, കൺസംഷൻ, അതായത് ഉപയോഗിക്കുന്നത്, പിന്നെ നിക്ഷേപം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആകെ ചെലവ് കണ്ടുപിടിക്കുമ്പോൾ നിക്ഷേപം കൂടി കാൽക്കുലേറ്റ് ചെയ്യും. നിക്ഷേപം പ്ലസ് സർക്കാരിൻ്റെ ചെലവ്, ഇങ്ങനെയാണ് ആകെ ചെലവ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ രീതിയിലൂടെ ദേശീയ വരുമാനം കണ്ടെത്തുന്നതാണ് ഏത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 രീതിയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസി ഇന്ത്യയിലെ ഏതാണ്? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് ടെക്സ്റ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണയായിട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, SCRT ടെക്സ്റ്റിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ എടുക്കുന്ന ടോപ്പിക്കുകളെല്ലാം SCRT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടി അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾ അതും കൂടെ ഒന്ന് കവർ ചെയ്ത് പോകണം, എന്നാൽ മാത്രമേ അത് ടോട്ടൽ ആവത്തുള്ളൂ കേട്ടോ. SCRT ബേസ്ഡ് ആയിട്ടാണ് PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതും കൂടി നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്